വെൽക്കം ടു സെറ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ആദ്യത്തെ പാർട്ടായിട്ടുള്ള ആസിഡ് ബേസ് ടൈട്രേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ വേറൊരു ടൈപ്പ് ടൈട്രേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് റിഡോക്സ് ടൈട്രേഷൻസ്. റിഡോക്സ് ടൈട്രേഷൻസ്. സോ ആസിഡ് ബേസ് ടൈട്രേഷനിൽ ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആയിരുന്നു നടക്കുന്നത്. ഇവിടെ എന്തായിരിക്കും? റിഡോക്സ് ടൈട്രേഷനിൽ റിഡോക്സ് റിയാക്ഷൻസ് ആണ് നടക്കുക. റിഡോക്സ് റിയാക്ഷൻസ്. സോ റിഡോക്സ് റിയാക്ഷൻസ് അല്ലെങ്കിൽ റിഡോക്സ് ടൈട്രേഷൻസ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? എന്താന്ന് അറിഞ്ഞാലല്ലേ സംഭവം പഠിക്കാൻ പറ്റുള്ളൂ. സോ റിഡോക്സ് റിയാക്ഷൻസ് അല്ലെങ്കിൽ റിഡോക്സ് ടൈട്രേഷൻ ആ പേരിൽ തന്നെയുണ്ട്. റിഡക്ഷനും അതുപോലെ തന്നെ ഓക്സിഡേഷനും. ഓക്കെ, ഒരേ റിയാക്ഷനിൽ തന്നെ റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരേ റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും നടക്കുന്നു, അതുപോലെ തന്നെ റിഡക്ഷനും നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. ഒരു ടൈട്രേഷനിൽ അവിടെ റിഡോക്സ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ ഒരു ടൈട്രേഷനെ നമുക്ക് എന്ത് പറയാം? റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറയാം. സോ ടൈട്രേഷൻ അല്ലെങ്കിൽ വോളിയോമെട്രിക് അനാലിസിസിൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് ടൈട്രേഷൻ ആണ് റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. സോ റിഡോക്സ് റിയാക്ഷൻ is a chemical reaction which involves oxidation and reduction. ഒരേ റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും അതുപോലെ തന്നെ റിഡക്ഷനും നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് റിഡോക്സ് ടൈട്രേഷൻ. എന്താ റിഡോക്സ് ടൈട്രേഷൻ എന്ന് വെച്ചാൽ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആ ടൈട്രേറ്റഡ് എഗെയിൻസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. നേരത്തെ നമ്മൾ ആസിഡ് ബേസ് ടൈട്രേഷന്റെ കേസിൽ ഒരു ആസിഡും ഒരു ബേസും തമ്മിലാണ് നമ്മൾ ടൈട്രേഷൻ നടത്തിയിട്ടുള്ളത്. റിഡോക്സ് ടൈട്രേഷന്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ ഒരു ഓക്സിഡൈസിങ് ഏജന്റും അതേപോലെ തന്നെ ഒരു റെഡ്യൂസിങ് ഏജന്റും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ടൈട്രേഷൻ നടത്തുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ടൈട്രേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇനി എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം വേണ്ടേ? റിഡക്ഷൻ എന്താന്ന് അറിയണം, അതുപോലെ തന്നെ ഓക്സിഡേഷൻ എന്താന്ന് അറിയണം. ഇത് പഠിക്കാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ ഒരു കോഡൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മള് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുകയാണെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പൊ അതിനെ എന്ത് പറയുന്നു? ഓക്സിഡേഷൻ എന്ന് പറയാം. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഇനി ഗെയിൻ ഓഫ് ഇലക്ട്രോൺ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈസ് കോൾഡ് റിഡക്ഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്താണ്? റിഡക്ഷൻ ആണ്. അതുപോലെ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഈ കാര്യം ഓർത്തു വെക്കണം. ദെൻ ഒരു റിയാക്ഷനിൽ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പറിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഡ്യൂറിങ് എ റിയാക്ഷൻ ഒരു സബ്സ്റ്റൻസിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുന്നു. ഓക്സിഡേഷൻ നടക്കുന്നതിന് നമുക്ക് എന്ത് പറയുന്നു? റെഡ്യൂസിങ് ഏജന്റ് എന്നാണ് നമ്മൾ വിളിക്കുക. റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, സോ കൺഫ്യൂഷൻ ആവരുത്. റെഡ്യൂസിങ് ഏജന്റിൽ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ റിഡക്ഷൻ ആണ് നടക്കുക. ആൻഡ് ആ സ്പീഷീസിനെ നമുക്ക് എന്ത് പറയാം? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയാം. ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, സോ റിഡോക്സ് റിയാക്ഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ആ ടൈട്രേഷനിൽ റിഡക്ഷനും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓക്സിഡേഷനും നടക്കുന്നുണ്ട്.
ആസിഡ് ബേസ് ടൈട്രേഷനിൽ ആസിഡും ബേസും എടുത്ത പോലെ ഇവിടെ നമ്മൾ എന്താണ് എടുക്കുന്നത്? ഒരു റെഡ്യൂസിങ് ഏജന്റും ഒരു ഓക്സിഡൈസിങ് ഏജന്റും തമ്മിലാണ് ടൈട്രേഷൻ നടത്തുന്നത്. ഓക്കെ, ഇത്രയും കാര്യമാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഈ റിഡോക്സ് ടൈട്രേഷനിൽ 3 ടൈപ്പ് ടൈട്രേഷൻ ആണ് പഠിക്കുന്നത്. ഒന്ന് പെർമാംഗനോമെട്രി, 2 ഡൈക്കോമെട്രി, മൂന്നാമത്തത് അയോഡോമെട്രി അല്ലെങ്കിൽ അയോഡോമെട്രി. ഈ 3 ടൈട്രേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, അതിൽ ആദ്യത്തെയാണ് പെർമാംഗനോമെട്രി. പെർമാംഗനോമെട്രി. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയായിരിക്കും? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, KMnO4. ആ പേരിൽ തന്നെ ഉണ്ട് KMnO4. ഒരു ടൈട്രേഷനില്, ഒരു റിഡോക്സ് ടൈട്രേഷനില് പെർമാംഗനേറ്റ് അയോൺ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പെർമാംഗനോമെട്രി എന്ന് പറയാം. ഓക്കെ, സോ പെർമാംഗനോമെട്രിയില് നോക്കാം. Redox titration in which titration of potassium permanganate as the oxidant against reductants. Oxidant against reductant. Okay. Then ഇവിടെ നമ്മൾ potassium permanganate ആണ് യൂസ് ചെയ്യുന്നത്. Then KMnO4 is a powerful oxidizing agent. Oxidizing agentനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡന്റ് എന്ന് പറയുന്നത്. ഓക്സിഡന്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് ഏജന്റിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഓക്സിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്സിഡന്റ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ്. സോ KMnO4 പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. എവിടെ? ഇൻ അസിഡിക് മീഡിയം and get reduced to colorless manganese ion in redox reaction. So potassium permanganate എന്ന് പറയുന്നത് പിങ്ക്, ഇന്റൻസ് പിങ്ക് കളർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. സോ ഇവർ എന്ത് ചെയ്യുന്നു? മാംഗനേസ് അയോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മാംഗനസ് അയോൺ, മാംഗനസ് അയോൺ. മാംഗനസ് അയോൺ എന്താണ്? കളർലെസ് ആണ്. സോ ഇതാണ് പെർമാംഗനോമെട്രിയിൽ നടക്കുന്ന റിയാക്ഷൻ. കളേർഡ് ആയിട്ടുള്ള പൊട്ടാഷ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ പെർമാംഗനേറ്റ് അയോൺ ആരായിട്ട് മാറുന്നു? മാംഗനസ് അയോൺ ആയിട്ട് മാറുന്നു. മാംഗനസ് അയോണിന് കളർ ഇല്ല. സോ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? കളർ ചേഞ്ച് ഉണ്ട്. സോ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സിനെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവർ തന്നെ കളേർഡ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ആ കളർ ചേഞ്ച് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇവരെ നമുക്ക് എന്ത് പറയാം? സെൽഫ് ഇൻഡിക്കേറ്റർ എന്ന് പറയാം. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മറിച്ച് ഇവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് എൻ പോയിന്റിൽ കളർ ചേഞ്ച് കാണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഹിയർ റിഡക്റ്റൻസ് യൂസ്ഡ് ആർ. ഓക്സിഡന്റ് ആയിട്ട് ആരാണ് യൂസ് ചെയ്യുന്നത്? KMnO4 അല്ലെങ്കിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. റിഡക്റ്റന്റ് ആയിട്ട് നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്? റിഡക്റ്റൻസ് യൂസ്ഡ് ആർ ആരൊക്കെ വരും? ഓക്സാലിക് ആസിഡ്, ഓക്സാലിക് ആസിഡ് അല്ലെങ്കിൽ ഓക്സലേറ്റ്, ഫെറസ് നൈട്രേറ്റ്, സൾഫേറ്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇത്ര ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിഡന്റ് അല്ല, റിഡക്റ്റന്റ് ആയിട്ട്, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ പെർമാംഗനോമെട്രിയിൽ ഓക്സിഡന്റ് ആയിട്ട്, ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് KMnO4 ആണ് ആക്ട് ചെയ്യുന്നത്. റിഡക്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമുക്ക് ഓക്സാലിക് ആസിഡ് യൂസ് ചെയ്യാം, ഓക്സലേറ്റ് യൂസ് ചെയ്യാം, ഫെറസ് നൈട്രേറ്റ് യൂസ് ചെയ്യാം, സൾഫൈറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ആയാൽ മതി. ദെൻ ഞാൻ പറഞ്ഞതുപോലെ ഇവരെന്താണ്? സെൽഫ് ഇൻഡിക്കേറ്റിംഗ് ഏജന്റ് ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം? സെൽഫ് ഇൻഡിക്കേറ്റർ എന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, കളേർഡ് ആയിട്ടുള്ള പൊട്ടാഷ്യം പെർമാംഗനേറ്റ് കളർലെസ് ആയിട്ടുള്ള മാംഗനസ് അയോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം. MnO4 മൈനസ്, MnO4 മൈനസ് പ്ലസ് 8 പ്രോട്ടോൺ, അസിഡിക് മീഡിയത്തിലാണ് ഇവർ കാണിക്കുന്നത്, പ്ലസ്
5 electron gives Mn2 plus 4H2. ഈ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ റിയാക്ഷൻ പഠിച്ചു വെക്കണം. ദെൻ ഇവിടുത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്? +1.51 വോൾട്ട് ആണ്. ഓക്കെ, +1.51 വോൾട്ട് എന്ന് വെച്ചാൽ എന്താ +5? ഈ ഒരു വാല്യൂവിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സോ ഈ ഒരു വാല്യൂ അതെന്താണ്? ലാർജ്ലി പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ലേ? അതുകൊണ്ട് തന്നെ ഈ മാംഗനേറ്റ് അയോണിന്, ഈ പെർമാംഗനേറ്റ് അയോണിന് Mn2+ ആയിട്ട് മാറാനുള്ള ടെൻഡൻസി എന്താണ്? കൂടുതലാണ്. അത് പെട്ടെന്ന് എന്ത് ചെയ്യും? Mn2+ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇതാണ് പെർമാംഗനോമെട്രിയില് മാംഗനീസിന് നടക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഓക്സാലിക് ആസിഡ് എടുത്ത് നോക്കാം. ഓക്സാലിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞു റിഡക്റ്റന്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? ഓക്സാലിക് ആസിഡ് യൂസ് ചെയ്യാം, ഓക്സലേറ്റ് യൂസ് ചെയ്യാം, സൾഫൈറ്റ് യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിൽ നമ്മൾ ഓക്സാലിക് ആസിഡ് വേഴ്സസ് KMnO4 ഈ ഒരു റിയാക്ഷൻ ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ ഇക്വേഷൻ ഞാൻ എഴുതാം. 2KMnO4 plus 3H2SO4 അസിഡിക് മീഡിയത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. 5H2C2O4 ഇതാണ് ഓക്സാലിക് ആസിഡ്. എന്ത് കിട്ടുന്നു നമുക്ക്? K2SO4 കിട്ടുന്നുണ്ട്, പ്ലസ് 2MnSO4 കിട്ടും, പ്ലസ് MnSO4 ആണ്, SO4 കിട്ടുന്നുണ്ട്, പ്ലസ് H2O കിട്ടും, പ്ലസ് CO2. ഇതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ. ഏതിന്റെ? ഓക്സാലിക് ആസിഡ് വേഴ്സസ് KMnO4. ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ ഇതാണ്. ഇനി നമ്മൾ ഇതിന്റെ ഇക്വലൻസി അല്ലെങ്കിൽ ഇക്വലന്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നമ്പർ of millimoles of KMnO4 എന്തിനോട് ഈക്വലന്റ് ആയിരിക്കും? നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഓക്സാലിക് ആസിഡുമായിട്ടല്ലേ? സോ നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് എന്ന് വെച്ചാൽ H2C2O4 ഇങ്ങനെയാണുള്ളത്. ഞാൻ അടുത്ത പേജിലേക്ക് എഴുതാം. നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് H2SO4, നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് KMnO4 എന്തിന് ഈക്വൽ ആണ്? ഈക്വൽ ടു നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് H2C2O4. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഇനി ഇവിടെ 2 KMnO4 ആണുള്ളത്. 2 മോൾ KMnO4. അത് ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? 5 മോൾ H2SO4 ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇവിടെ നമ്പർ ഓഫ് മോൾസ് മില്ലിമോൾസ് ഓഫ് KMnO4 എന്ന് എഴുതിയതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? 1/, ഇവിടെ എത്ര മോൾസ് ആണോ ഉള്ളത് അത്രയും മോൾസ് മൾട്ടിപ്ലൈ ചെയ്യും രണ്ട് സൈഡിലും. നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് ഓക്സാലിക് ആസിഡ്, എത്ര മോൾ ഓക്സാലിക് ആസിഡ് ആണുള്ളത്? 5 മോൾ ഓക്സാലിക് ആസിഡ് ഉണ്ട്. സോ നമ്മൾ എത്ര എഴുതും? 1/5. എത്രയാണോ ഉള്ളത് അതിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി എനിക്ക് നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് KMnO4 ആണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എന്ത് ചെയ്യും? ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകും. സോ വിൽ ബി ഈക്വൽ ടു 2/5 ഇൻറ്റു നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് H2SO4. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇനി ഇതേപോലെ തന്നെ
നമ്മൾ നേരത്തെ ഓക്സാലിക് ആസിഡ് വേഴ്സസ് KMnO4 ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് KMnO4 വിത്ത് Fe2+ എടുത്തു നോക്കാം. ഏതാ? Fe2+ വേഴ്സസ് KMnO4. ഈ ഒരു ടൈട്രേഷൻ ആണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ വരുന്നത് 2KMnO4 ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? അസിഡിക് മീഡിയത്തിൽ 3H2SO4 പ്ലസ് 10FeSO4. ആരെ റിയാക്ട് നമുക്ക് കിട്ടുന്നു? K2SO4 കിട്ടുന്നു പ്ലസ് 2MnSO4. മുന്നത്തെ ഇക്വേഷനുമായിട്ട് സെയിം ആണ്, ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളൂ. 3H2O പ്ലസ് 5Fe2SO4 thrice. ഇതാണ് ഈ ഒരു റിയാക്ഷന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്പർ ഓഫ് മില്ലിമോൾസ് എഴുതണമെങ്കിലോ, നമ്മൾ എഴുതുവാണെങ്കിൽ നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് KMnO4 equal to number of millimoles of Fe2+. Then ഞാൻ പറഞ്ഞു ഇവിടെ 2 മോൾ KMnO4 10 മോൾ Fe2+ ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. സോ 2 മോൾ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. ദെൻ ഇവിടെ 1/10 എന്ന് എഴുതാം. ഓക്കെ, ദെൻ നമുക്ക് കാണേണ്ടത് എന്താ? നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് KMnO4 ആണ്. നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് KMnO4 എത്ര വരും? ഈ 1/2 നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും. സോ 1/5 ഇൻറ്റു നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് Fe2+. നമ്മൾ നോക്കുന്ന സമയത്ത് തൊട്ടു മുന്നേ ഓക്സാലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 2/5 എന്ന് കിട്ടി ഇല്ലേ? ഇവിടെ 2/5 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സാലിക് ആസിഡ് ആയിരുന്നു. ദെൻ ഇവിടെ Fe2+ന്റെ കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് 1/5 എന്ന് കിട്ടി. സോ KMnO4ന്റെ ഇക്വലന്റ് മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വലന്റ് മാസ് കിട്ടുക? ഞാൻ ഇവിടെ എഴുതാം. ഇക്വലന്റ് മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇക്വലന്റ് മാസ് ഓഫ് KMnO4 will be equal to molecular mass divided by 5. ഇതായിരിക്കും KMnO4ന്റെ ഈക്വലന്റ് മാസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ് നമ്മൾ ഒരു റിഡോക്സ് ടൈട്രേഷനിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പെർമാംഗനോമെട്രി എന്ന് പറയാം. സോ ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിഡക്റ്റന്റ് എന്ന് പറയുന്നത് ഓക്സലേറ്റ് അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തു? FeSO4 യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ അടുത്ത ഒരു കാറ്റഗറി ഓഫ് ടൈട്രേഷൻ നോക്കുകയാണെങ്കിൽ അതാണ് ഡൈക്രോമെട്രി. പേരിൽ തന്നെ ഉണ്ട്. പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെ നമ്മൾ പെർമാംഗനോമെട്രി എന്ന് വിളിച്ചതുപോലെ തന്നെ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആണ് നമ്മൾ ഓക്സിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഡൈക്രോമെട്രി എന്ന് പറയാം. പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് K2Cr2O7. സോ ഇതാണ് ഇവിടെ എന്ത്? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ഏതൊക്കെയായിരിക്കും? റിഡക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ഫെറസ് സൾഫേറ്റ് ആവാം, നൈട്രേറ്റ് ആവാം, അല്ലെങ്കിൽ സൾഫൈറ്റ് ആവാം. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇവിടെ റിഡക്റ്റന്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ K2Cr2O7 പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് എന്താണ്? ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇത് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്തിട്ട് ക്രോമിയം 3+ ആയിട്ട് മാറുന്നു. ക്രോമിയം 3+.
നേരത്തെ പെർമാംഗനേറ്റ് അയോൺസ് മാംഗനസ് അയോൺസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തതെങ്കിൽ ഇവിടെ ഡൈക്രോമേറ്റ് അയോൺസ് എന്തായിട്ട് മാറുന്നു? ക്രോമിയം 3+ അയോൺസ് ആയിട്ട് മാറുന്നു. അതാണ് ഇവിടെ റിയാക്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ വ്യത്യാസം എന്താന്ന് വെച്ചാല് ഡൈക്രോമേട്രിയിൽ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് പ്രൈമറി സ്റ്റാൻഡേർഡ്, എന്താണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്നുള്ളത്. നമുക്ക് ഡൈക്രോമെട്രി ചെയ്യുന്ന സമയത്ത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് വെയ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് നമുക്ക് എന്ത് പറയാം? ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്താണ്? ഒരു സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആണ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റിൽ എപ്പോഴും മാംഗനസ് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. നമുക്ക് പ്യുവർ ആയിട്ടുള്ള പൊട്ടാഷ്യം പെർമാംഗനേറ്റ് കിട്ടൂല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒരു സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ നമ്മളൊരു റിഡോക്സ് ടൈട്രേഷനിൽ അല്ലെങ്കിൽ ഏത് ടൈട്രേഷൻ ആയിക്കോട്ടെ അതിന്റെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. ദെൻ ഡൈക്രോമെട്രിയിൽ വരുന്ന സമയത്ത് ഇങ്ങനെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈട്രേഷൻ എന്ന് പറയുന്നത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് K2Cr2O7 വേഴ്സസ് ഫെറസ് സൾഫേറ്റ് ആണ്. ഫെറസ് സൾഫേറ്റ് ഈ ഒരു റിയാക്ഷൻ ആണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു റിയാക്ഷൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതിന്റെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കണം. സോ ഈ ഒരു എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ്. എന്താ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് എന്ന് വെച്ചാല് ആ പേരിൽ തന്നെയുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണലി ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഒരു ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മളുടെ അനലൈറ്റ് ഏത് സൊല്യൂഷൻ ആണോ ആ സൊല്യൂഷൻ എടുക്കുന്നു, അതിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു, ടൈട്രേഷൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുക. പക്ഷേ ഇവിടെ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ ഉള്ള സൊല്യൂഷനിൽ നിന്ന് ഒരു ടെസ്റ്റ് ഡ്രോപ്പ് എടുക്കും. ആ ഒരു ഡ്രോപ്പ് നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? പൊട്ടാഷ്യം ഫെറി സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഈ ഒരു കോണിക്കൽ ഫ്ലാസ്കിന്ന് അല്ലെങ്കിൽ നമ്മൾ ടൈട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സൊല്യൂഷനിൽ നിന്ന് നമ്മൾ ഒരു ടെസ്റ്റ് ഡ്രോപ്പ് എടുത്തിട്ട് എക്സ്റ്റേണലി നമ്മളത് പൊട്ടാഷ്യം ഫെറി സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കളർ ചേഞ്ച് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്ററുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കളർ ചേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡൈക്രോമെട്രിയിൽ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ പൊട്ടാഷ്യം ഫെറി സയനൈഡ് നമ്മൾ ഈ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന പൊട്ടാഷ്യം ഫെറി സയനൈഡ് ഫെറസ് അയോൺസ് നമ്മളെ സൊല്യൂഷനിൽ ആരുണ്ട്? ഫെറസ് അയോൺസ് ഉണ്ട്. സോ ഈ ഫെറസ് അയോൺസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇന്റൻസ് ബ്ലൂ കളർ ആണ് ഉണ്ടാവുക. ഫെറസ് അയോൺസ് ഗിവ് ബ്ലൂ കളർ വിത്ത് ഫെറി സയനൈഡ്. ഓക്കെ, അപ്പൊ നമ്മൾ റിയാക്ഷന്റെ തുടക്കത്തിലൊക്കെയാണ് ടെസ്റ്റ് ഡ്രോപ്പ് എടുക്കുന്നതെങ്കിൽ അവിടെ ഒരുപാട് ഫെറസ് അയോൺസ് ഉണ്ടാവും. ആ ഫെറസ് അയോൺസ് ഈ ഫെറി സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഇന്റൻസ് ആയിട്ടുള്ള ബ്ലൂ കളർ കിട്ടും. ഇനി ടുവേർഡ്സ് എൻഡ് പോയിന്റ് അടുക്കുന്ന സമയത്താണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ഡ്രോപ്പ് എടുക്കുന്നതെങ്കിൽ ആ ബ്ലൂ കളറിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം അവിടെ ഫെറസ് അയോണിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? കുറവാണ്. ഇനി എൻഡ് പോയിന്റിൽ എത്തുന്ന ഒരു സൊല്യൂഷൻ ആണ് ആ ടെസ്റ്റ് ഡ്രോപ്പ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ഫെറി സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഫെറസ് അയോൺസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ കളർ ചേഞ്ചും അല്ലെങ്കിൽ ബ്ലൂ കളറും കാണുന്നില്ല. ഓക്കെ, സോ അറ്റ് ദി എൻഡ് പോയിന്റ് no ferrous ions present and test drop will give no blue color. Okay, ഇതാണ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഇന്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡും ഉണ്ടാവും. സോ ഡൈക്രോമെട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് എന്തിനു വേണ്ടിയിട്ട്? എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ് ആണ് ഇന്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ്.
സോ ഇവിടെ നമ്മൾ സാധാരണ ടൈട്രേഷനിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ സൊല്യൂഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. ഓക്കെ, നമ്മൾ സൊല്യൂഷന് പുറത്തേക്ക് സൊല്യൂഷൻ ഒന്നും ടെസ്റ്റ് ഡ്രോപ്പ് ഒന്നും എടുക്കുന്നില്ല, പകരം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു. സോ ഇന്റേണലി നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്, ഇന്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് എന്ന് പേര് വന്നിട്ടുള്ളത്. സോ ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് നമ്മൾ റിഡോക്സ് ടൈട്രേഷനിൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ്, ഒന്നാമത്തെ ആളാണ് എൻ ഫിനൈൽ ആന്ത്രനിലിക് ആസിഡ്, അല്ലെങ്കിൽ ഡൈഫിനൈൽ അമീൻ, അതും അല്ലെങ്കിൽ സോഡിയം ഡൈഫിനൈൽ അമീൻ സൾഫോണേറ്റ്. ഇത്രയൊക്കെയാണ് നമ്മൾ റിഡോക്സ് ഇൻഡിക്കേറ്റർ ആയിട്ട് അല്ലെങ്കിൽ റിഡോക്സ് ടൈട്രേഷനിലെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡൈക്രോമെട്രിയിൽ നമ്മൾ പറഞ്ഞു K2Cr2O7 എന്തായിട്ട് മാറുന്നു, ക്രോമിയം 3+, ഗ്രീൻ കളറിലുള്ള ക്രോമിയം 3+ അയോൺസ് ആയിട്ട് മാറുന്നു. സോ ഇവിടെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ Cr2O7 2-, അത് അസിഡിക് സൊല്യൂഷനിൽ 2Cr3+, then H2O. ഇതാണ് ഈ ഒരു ടൈട്രേഷന്റെ ഈ ഒരു ചേഞ്ചിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ടൈട്രേഷൻ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നേരത്തെ നമ്മൾ ഓക്സാലിക് ആസിഡുമായിട്ടുള്ള ടൈട്രേഷൻ ആയിരുന്നു കൺസിഡർ ചെയ്തത്. ഇവിടെ നമുക്ക് Fe2+ ആയിട്ടുള്ള K2Cr2O7 വേഴ്സസ് Fe2+, ഈ ഒരു ടൈട്രേഷൻ കൺസിഡർ ചെയ്യാം. ഇത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇക്വേഷൻ വരുന്നത് K2Cr2O7 plus 7H2SO4 plus 6FeSO4 gives K2SO4 കിട്ടുന്നുണ്ട് plus Cr2SO4 thrice plus 7H2O plus 2Fe2SO4 thrice. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് മില്ലിമോൾസ് എഴുതുകയാണെങ്കിൽ നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് K2Cr2O7 ഈക്വൽ ടു നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് Fe2+, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, FeSO4. ഓക്കെ, സോ ഇവിടെ നമ്പർ ഓഫ് മില്ലിമോൾസ് എഴുതുകയാണെങ്കിൽ ഇവിടെ K2Cr2O7 1 മോളാണുള്ളത് അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം, 1/1 എന്ന് എഴുതാം. 1/1 എന്ന് വെച്ചാൽ 1 തന്നെ. ഓക്കെ, ദെൻ FeSO4 എത്രയുണ്ട്, 6 മോളാണുള്ളത്. സോ നമുക്ക് എന്ത് എഴുതാം, 1/6 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇക്വലന്റ് മാസ് ഓഫ് K2Cr2O7 എന്തായിരിക്കും, മോളിക്കുലാർ മാസ് ഓഫ് K2Cr2O7 divided by 6 ഇതായിരിക്കും അതിന്റെ ഇക്വലന്റ് മാസ് വരും. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് 49 ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ എങ്ങനെയാണ് ഇക്വലന്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇവിടെ ഡിവൈഡഡ് ബൈ 6 ആണ്, നേരത്തെ KMnO4ന്റെ കേസിൽ ഡിവൈഡഡ് ബൈ 5 ആയിരുന്നു. അതാണ് വ്യത്യാസം. സോ ഡൈക്രോമെട്രിയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, അതിന്റെ ടൈട്രേഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് ഡൈക്രോമെട്രിയിൽ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആണ് നമ്മൾ ഓക്സിഡന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. റിഡക്റ്റന്റ് ആയിട്ട് വരുന്നത് ഫെറസ് സൾഫേറ്റ് വരാം, ഫെറസ് സൾഫൈറ്റ് വരാം, ഫെറസ് നൈട്രേറ്റ് വരാം. സോ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനിയാണ് റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ആസിഡ് ബേസ് ടൈട്രേഷൻ പഠിച്ച സമയത്ത് നമ്മൾ അവിടെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. സോ അത് ആസിഡ് ബേസ് ടൈട്രേഷനിലെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി റിഡോക്സ് റിയാക്ഷനിൽ
റിഡോക്സ് റിയാക്ഷനിൽ നമുക്ക് ചില സ്പെസിഫിക് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കണം? അതില് റിഡോക്സ് റിയാക്ഷൻ, ഒരു റിഡോക്സ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഒരേപോലെ തന്നെ ഓക്സിഡേഷനും അതേപോലെ റിഡക്ഷനും നടക്കണം. ഓക്കെ, സോ ഈ ഒരു സഡൻ പൊട്ടൻഷ്യൽ ചേഞ്ച്, ആ ഒരു ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന സമയത്ത് അവിടെ ഒരു പൊട്ടൻഷ്യൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു സഡൻ പൊട്ടൻഷ്യൽ ചേഞ്ച് അതുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ റിഡോക്സ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു സമയത്ത് ഇവിടെ എന്തുണ്ട്? കളർ ചേഞ്ച് ഉണ്ട്. പക്ഷെ അത് നേരത്തെ നമ്മൾ pH റേഞ്ചിലായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ്? റിഡോക്സിന്റെ ടേംസിലാണ് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എൻഫിനൈൽ ആന്ത്രനിലിക് ആസിഡ് ഉണ്ട്, ഡൈഫിനൈലമീൻ ഉണ്ട്, സോഡിയം ഡൈഫിനൈലമീൻ സൾഫോണേറ്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ടൈട്രേഷൻ, റിഡോക്സ് ടൈട്രേഷനിൽ പ്രധാനമായിട്ടും 3 എണ്ണമാണ് ഉള്ളത്. പെർമാംഗനോമെട്രി, ഡൈക്രോമെട്രി, ദെൻ അയോഡിമെട്രി അല്ലെങ്കിൽ അയോഡോമെട്രി. ഈ മൂന്നാമത്തെ ടൈപ്പാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്, അയോഡിമെട്രി ആൻഡ് അയോഡോമെട്രി. സോ പേര് പോലെ തന്നെ നമ്മളിവിടെ ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സിഡന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അയഡിൻ ആണ്. അയഡിൻ ആണ് ഇവിടുത്തെ ഓക്സിഡന്റ്. ദെൻ 2 ടൈപ്പ് ടൈട്രേഷൻ പറഞ്ഞു, അയോഡിമെട്രി പറഞ്ഞു, അയോഡോമെട്രി പറഞ്ഞു. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. അയോഡിമെട്രി ആണെങ്കിൽ ഡയറക്റ്റ് ടൈട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് അയഡിൻ. ഇവിടെ ഡയറക്റ്റ് ടൈട്രേഷൻ ആണ് നടക്കുന്നത്. അയഡിനുമായിട്ട് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ടൈട്രേഷൻ നടക്കുന്നു. അയോഡോമെട്രിയിലാണെങ്കിലോ നമ്മുടെ സൊല്യൂഷനിൽ ഡയറക്റ്റ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയഡിൻ ഒന്നും ഇല്ല. പക്ഷെ ടൈട്രേഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു റിയാക്ഷനിലൂടെ അയഡിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവോൾവ് ചെയ്യുന്നുണ്ട്. ടൈട്രേഷൻ ഓഫ് അയഡിൻ ലിബറേറ്റഡ് ഫ്രം എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ലിബറേറ്റ് ചെയ്ത ആ ഒരു റിയാക്ഷനിൽ കൂടെ ഉണ്ടായ അയഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈട്രേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ അയോഡോമെട്രി എന്ന് പറയും. 2 ടൈപ്പ് ടൈട്രേഷൻസ് ആണുള്ളത്, അയോഡിമെട്രി ആൻഡ് അയോഡോമെട്രി. അയോഡിമെട്രി എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഡയറക്റ്റ് അയഡിനുമായിട്ട് എന്ത് ചെയ്യുന്നു? ടൈട്രേറ്റ് ചെയ്യുന്നു. അയഡിൻ ആണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. അത് നമ്മൾ ഒരു റെഡ്യൂസിങ് ഏജന്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ അയോഡിമെട്രി എന്ന് പറയും. ഇനി അയോഡോമെട്രിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് അയഡിൻ തന്നെയാണ്. പക്ഷെ ഈ അയഡിൻ എങ്ങനെ ഉണ്ടാകുന്ന അയഡിനാ? അവിടെ നടക്കുന്ന റിയാക്ഷനിലൂടെ ഇവോൾവ് ചെയ്യുന്ന അയഡിനാണ് എന്തിൽ റിയാക്ട് ചെയ്യുന്നത്? അയോഡോമെട്രിയിൽ റെഡ്യൂസിങ് ഏജന്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇൻഡിക്കേറ്റർ എന്താണ്? സ്റ്റാർച്ച് സൊല്യൂഷൻ ആണ്. സ്റ്റാർച്ച് സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, സാധാരണ ഒരു ടൈട്രേഷൻ നടക്കുമ്പോൾ നമ്മൾ ടൈട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? സൊല്യൂഷനിലേക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ടൈട്രേഷൻ ചെയ്യുക. പക്ഷെ ഇവിടെ ഈ ഒരു കേസിൽ അയോഡോമെട്രി അല്ലെങ്കിൽ അയോഡിമെട്രിന്റെ കേസിൽ നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് പോയിന്റ് അടുക്കുന്ന സമയത്താണ് നമ്മൾ സ്റ്റാർച്ച് സൊല്യൂഷൻ ആഡ് ചെയ്യുക. തുടക്കത്തിലേ നമ്മൾ സ്റ്റാർച്ച് സൊല്യൂഷൻ ഒന്നും ആഡ് ചെയ്യില്ല. സ്റ്റാർച്ച് സൊല്യൂഷൻ എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം. തുടക്കത്തിലേ നമ്മൾ ഇത് ആഡ് ചെയ്യില്ല. പകരം എൻഡ് പോയിന്റ് അടുക്കുന്ന സമയത്താണ് നമ്മൾ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ? അവിടെ നമ്മൾ തുടക്കത്തിലേ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താവും? ഈ അയഡൈഡ് സ്റ്റാർച്ചും കെയും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ക്ലോഗ് പോലെ ഉണ്ടാവും. സോ ആ ഒരു അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടുവേർഡ്സ് എൻഡ് പോയിന്റിൽ സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ കളർ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കളർ ചേഞ്ചസ് ഫ്രം ബ്ലൂ ടു കളർലെസ്. സ്റ്റാർച്ച് സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഇന്റൻസ് ബ്ലൂ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കളർ ആയിരിക്കും. ദെൻ ആ ഒരു ടൈട്രേഷൻ കഴിയുന്ന സമയത്ത് എൻഡ് പോയിന്റിൽ എന്തായിരിക്കും? അത് കളർലെസ് ആയിട്ട് മാറും. ദെൻ ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്
സോഡിയം തയോസൾഫേറ്റ് യൂസ് ചെയ്യാം, ആർസനേറ്റ് ഓക്സൈഡ് യൂസ് ചെയ്യാം, സോഡിയം ആർസനൈറ്റ് യൂസ് ചെയ്യാം. നമ്മൾ ലാബിൽ അധികവും സോഡിയം തയോസൾഫേറ്റ് ആണ് യൂസ് ചെയ്തിട്ട് റിയാക്ഷൻ ചെയ്യാറ്. ഓക്കെ, ഇനി ഇതിന്റെ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, അയോഡോമെട്രിയുടെ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ I2 പ്ലസ് Na2S2O3 gives Na2S2O4 plus 2NaI. ഇതാണ് ഇവിടെ ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. Then ഇതാണ് അയഡിൻ വേഴ്സസ് സോഡിയം തയോസൾഫേറ്റ് എന്നുള്ള റിയാക്ഷൻ. ഇനി നമ്മൾ മില്ലിമോൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നേരത്തെ എഴുതിയതുപോലെ തന്നെ നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് I2 will be equal to number of millimoles of Na2S2O3. ഇനി ഇവിടെ 1 മോൾ അയഡിൻ ആണ് റിയാക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, 1/1 എന്നായിരിക്കും, വിച്ച് മീൻസ് അത് 1 തന്നെയാണ്. ദെൻ ഇവിടെ വരുന്ന സമയത്ത് 2 മോൾ അയഡിനുമായിട്ടാണ് 2 മോൾ തയോസൾഫേറ്റ് ആണ് റിയാക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, 1/2 എന്ന് എഴുതാം അല്ലേ. സോ നമ്പർ ഓഫ് മില്ലിമോൾസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, 1/2 മില്ലിമോൾസ് ഓഫ് സോഡിയം തയോസൾഫേറ്റ്. ഇനി ഈക്വലന്റ് മാസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈക്വലന്റ് മാസ് ഓഫ് അയഡിൻ വിൽ ബി ഈക്വൽ ടു, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മോളിക്യുലാർ മാസ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് 126.9 എന്നാണ് നമുക്ക് കിട്ടുക. സോ 2 മോൾ സോഡിയം തയോസൾഫേറ്റ് അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, 1 മോൾ അയഡിൻ ആണ് വേണ്ടത്. അയഡിന്റെ ഈക്വലന്റ് മാസ് എന്ന് പറയുന്നത് മോളിക്യുലാർ മാസ് ഡിവൈഡഡ് ബൈ 2 ആണ്. പൊട്ടാഷ്യം പെർമാംഗനോമേറ്റിന്റെ കേസിൽ അവിടെ മോളിക്യുലാർ മാസ് ഡിവൈഡഡ് ബൈ 5 ആയിരുന്നു. പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ കേസിൽ മോളിക്യുലാർ മാസ് ഡിവൈഡഡ് ബൈ 6 ആയിരുന്നു. ഇവിടെ അയഡിന്റെ കേസിൽ മോളിക്യുലാർ മാസ് ഡിവൈഡഡ് ബൈ 2 ആണ് ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിഡോക്സ് ടൈട്രേഷനിൽ പഠിക്കാനുള്ളത്. നമ്മൾ പെർമാംഗനോമെട്രി പഠിച്ചു, ഡൈക്രോമെട്രി പഠിച്ചു, ദെൻ അയോഡോമെട്രി അല്ലെങ്കിൽ അയോഡിമെട്രി. ഇതിന്റെ കൂടെ ചോദിക്കാൻ പറ്റുന്നത് റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സ്, ഏതൊക്കെയാണ് റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സ്, ആ കാര്യങ്ങളും പഠിച്ചു. ദെൻ ഇക്വലന്റ് മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നോർമാലിറ്റി, മില്ലിമോൾസ്, ആ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അടുത്ത ടൈപ്പ് റിയാക്ഷൻ ടൈട്രേഷൻ, കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ നമുക്ക് അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.